ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലം, അത് പൂരാടം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മലയാള വർഷത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധികൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം, അവ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചിന്തനം ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എന്താണ് വിഷയം അതുകൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. പൂരാടം നക്ഷത്രം ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ മലയാള വർഷഫലത്തിൽ അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകളും നേട്ടങ്ങളും വന്നു ചേരേണ്ടതാണ്. അതിനുള്ള യോഗമുണ്ട്. ആ നേട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിചിന്തനം ചെയ്യുമ്പോൾ പ്രധാനമായ കാര്യങ്ങൾ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാകുമോ അല്ലെങ്കിൽ അത് സാധിക്കുമോ, ഇങ്ങനെയുള്ള ഉത്കണ്ഠ കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. ഈ പൂരാട നക്ഷത്രക്കാര് ഈ കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഉള്ള ഒരു വർഷത്തിനകം വിജയങ്ങളിൽ എത്തിച്ചേരും. അതായത് സർവേശ്വരകാരകനായ വ്യാഴം 6ാം ഭാവത്തിൽ അനിഷ്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും അത് ചില കാര്യങ്ങൾക്ക് ഈ വളരെ നല്ലതാണ്. പൂരാടം നക്ഷത്രക്കാർ, അതായത് രാശ്യാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനും ആയിരിക്കുന്ന ആ വ്യാഴം 6ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം, എങ്കിലും മറ്റു ചില കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും ഉണ്ടാകാം. ഏറ്റവും പ്രധാനം വ്യക്തിപരമായിട്ടോ കുടുംബവുമായി വീടുമായി സംബന്ധിച്ചോ ഒക്കെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാകുന്നതിനും വിട്ടുപോകുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ പൂരാടം നക്ഷത്രക്കാർ സെറ്റിൽഡ് ചെയ്യുവാൻ പറ്റിയ ഒരു വർഷമാണ്. ഒരു വലിയ തുക കൊടുക്കാനുണ്ട്, ബാങ്കിലൊക്കെ ആണെങ്കിലും പലിശ കയറിപ്പോയി, അല്ലെങ്കിൽ ലോൺ ഒന്ന് തീർത്തെടുക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഈ വർഷം അതിന് സാധിക്കും. അതായത് നഷ്ടസ്ഥാനത്തെ സംബന്ധിക്കുന്ന കടത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലാണല്ലോ വ്യാഴമുള്ളത്. അവിടെ ദൈവാധീനമുള്ളപ്പോൾ കടം വീടുകയും നിയമപ്രശ്നങ്ങളൊക്കെ കോടതി കയറിയോ പോലീസ് സ്റ്റേഷൻ കയറിയോ ഒക്കെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കുന്നതിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. അതുപോലെ തന്നെ പ്രധാനമാണ് സർവ അഭീഷ്ടകാര്യസാധ്യ ഭാവത്തിലേക്ക്, അതായത് ആഗ്രഹം സാധിക്കേണ്ട ഭാവത്തിലേക്ക് വ്യാഴം പൂർണ്ണമായി ദൃഷ്ടി ചെയ്യും. അത് ഒരു ഗൃഹം വാങ്ങണമെന്ന ആഗ്രഹമായാലും ഒരു വാഹനം വാങ്ങണമെന്ന ആഗ്രഹമായാലും കുറച്ച് കടമൊക്കെ വന്നാലും അത് സാധിക്കുന്നതിനുള്ള കാര്യം. അതുപോലെ പ്രധാനമാണ് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക. തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ പൂരാടം നക്ഷത്രക്കാർക്ക് ബുധനാണ്. ഗോചരാൽ ചിന്തിക്കുമ്പോഴുള്ള ആ നക്ഷത്രപ്രകാരമുള്ള ഗ്രഹം ബുധനായതിനാൽ ബുധൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെ, സ്വക്ഷേത്രത്തിലൂടെ, ബന്ധുക്ഷേത്രത്തിലൂടെ ബന്ധുവിനോട് യോഗം ചെയ്തുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ വർഷം പെട്ടെന്ന് ഒരു പഠിച്ച വിദ്യയ്ക്കനുസരിച്ച്, ബുധൻ വിദ്യാകാരകൻ കൂടിയാണ്, പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ജോലി കിട്ടിയില്ല എന്ന കുറ്റബോധവും അതുപോലെ തന്നെ മനസ്താപവും ക്ലേശവും ഒക്കെ അനുഭവിച്ചിരിക്കുന്നവർക്ക് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട്. അത് ഭാഗ്യമാണ്. ആ ഭാഗ്യം ഉള്ള വർഷമാണ്
ഈ പൂരാട നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നിച്ച് അതിന് സംശയിക്കേണ്ട. പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപനായ ചൊവ്വ തൻ്റെ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും വ്യാഴം അത് ചൊവ്വയെയും ദൃഷ്ടി ചെയ്യുകയും കൂടാതെ കലയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായ ആ കലയുടെ കാരകനായ ശുക്രൻ തൻ്റെ ഇഷ്ടഭാവത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു, സ്വക്ഷേത്രത്തിലൂടെയൊക്കെ, ഉച്ചക്ഷേത്രത്തിലൂടെ. അപ്പോൾ കലയുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഈ ഒരു വർഷം ഈ പൂരാട നക്ഷത്രക്കാർക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. കലയെ സൂചിപ്പിക്കുന്ന അഭീഷ്ട ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ആ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് സംഗീത രംഗത്തായാലും ചിത്രരചന രംഗത്തായാലും, ചിത്രരചന എന്ന് പറയുമ്പോൾ ആർക്കിടെക്റ്റേഴ്സ്, ഡിസൈനേഴ്സ്, അങ്ങനെയുള്ളവർക്ക് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് വരയ്ക്കുന്നതിനും കുറിക്കുന്നതിനും, അതുപോലെ തന്നെ എഴുത്തുകാർ, സാഹിത്യകാരന്മാർക്ക്, മറ്റ് വസ്ത്രനിർമ്മാണവും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അതുപോലെ തന്നെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് പ്രൊഡക്റ്റ് കമ്പനികൾ, ചെറിയ ഒരു തട്ടുകട മാത്രം ഉദ്ദേശിച്ചല്ലാതെന്നും പറയുന്നു, വലിയ ഹോട്ടലുകൾ, സ്റ്റാർ ഹോട്ടലുകൾ മുതൽ മറ്റ് വിതരണക്കാർ, മൊത്ത വ്യാപാരങ്ങൾ ചെയ്യുന്ന, ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് നല്ല ലാഭങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു കാലമാണ്. അഭിവൃദ്ധികൾ വന്നു ചേരും. പൊതുവെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്ത് ചില സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതായത് 4ാം ഭാവമായ മീനം രാശിയിൽ അവിടെ രാഹു സ്ഥിതി ചെയ്യും. അങ്ങനെ അത് തൊഴിൽ സ്ഥാനത്ത് കേതു സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ ഒരു നിസ്സഹകരണമൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഉണ്ടാകാം. അതൊക്കെ ദേഷ്യമൊക്കെ ഒഴിവാക്കി, കുടുംബത്തായാലും ദേഷ്യമൊക്കെ ഒഴിവാക്കി അനുനയ രീതിയിലൊക്കെ പ്രവർത്തിച്ചുവാൽ കൂടുതൽ പുരോഗതികൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു കാലമാണ്. ശമ്പള വർധന ഉണ്ടാകുന്നതിനും പുതിയ ആഗ്രഹങ്ങൾ വന്നു ചേരുന്നത് സാധിക്കുന്നതിനും ഉള്ള കാലം. പ്രണയിക്കുന്നവർക്കും നല്ല ഒരു കാലമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതികൾക്കും യുവാക്കൾക്കും ഒക്കെ പ്രണയത്തിലൂടെയൊക്കെയാണ് എങ്കിൽ പോലും മനസ്സിനിണങ്ങിയ രീതിയിൽ നല്ല ഒരു ജീവിത പങ്കാളിയെ വിവാഹം കഴിക്കുന്നതിനും ഉത്തമ കുടുംബജീവിതം നയിക്കുന്നതിനും ഒക്കെ കൊല്ലവർഷം 1200 ആണ്ടിൽ സാധിക്കുന്ന ഒരു വർഷമാണ്. പ്രധാനമായിട്ട് ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും ചെയ്യുക. തൊട്ടടുത്തുള്ള സർപ്പക്കാവിലാണെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് നാഗരാജാവിനെയും നാഗമാതാവിനെയും നാഗയക്ഷിയമ്മയെയും ഒക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ നാഗ സംബന്ധമായ അനുഗ്രഹത്തോടുകൂടി വിഘടനവാദികളായിട്ടുള്ള കൊള്ളുകരാത്ത സുഹൃത്തുക്കളുമായിട്ട് ഉള്ള കൂട്ടുകെട്ടൊക്കെ ഒഴിവായി പോകുന്നതിനും കുടുംബത്തെ സന്തോഷവും തൊഴിൽ രംഗത്ത് സമാധാനവും ഒക്കെ വന്നു ചേരുവാൻ നാഗരാജാവിൻ്റെ പ്രീതി പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും ദോഷങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. വിജയങ്ങൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.